ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഗുഡ് മോർണിംഗ്. ആൻസോട്ടൻ രാവിലെ തന്നെ വേദപാഠം പഠിക്കാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആൻസോട്ടിനെ ഉരുട്ടി പുരട്ടിയൊക്കെ ഞാൻ ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ചെടുത്തു. അപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. നമ്മളെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മാതാപിതാക്കളായി കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ നമ്മുടെ മക്കളോ നമ്മുടെ അടുത്ത് ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങളൊക്കെ പറയും. നമ്മളതങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയും. പോകുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവയെല്ലാം കാണുമ്പോൾ നമ്മളൊരു അയ്യോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടിയില്ലാന്ന്. പക്ഷെ ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് വാങ്ങാറുമില്ല. അത് വാങ്ങാൻ നമുക്കിപ്പോൾ ഒരാഗ്രഹം തോന്നാറുമില്ല. ഇത് തന്നെയാണ് സത്യം. ചെറുപ്രായത്തിലെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ചെറിയ ചില ആഗ്രഹങ്ങളും ഒക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മളതൊരിക്കലും നമ്മുടെ മക്കൾക്ക് അത് സാധിച്ചു കൊടുക്കാനായിട്ട് അങ്ങ് മെനക്കെടാറില്ല. നമ്മൾ മുതിർന്നവരുടെ മനസ്സ് വെച്ചുകൊണ്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളയും. പക്ഷെ വളർന്നു കഴിയുമ്പം ഇതുപോലെയൊരു നഷ്ടബോധം ആ കുട്ടികളുടെ മനസ്സിലും ഉണ്ടായിരിക്കും, നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലെ. നമ്മൾ ചെറുപ്പത്തിൽ മിഠായികളൊക്കെ കാണുമ്പം പറഞ്ഞിട്ടില്ലേ, വളർന്ന് വലുതാകുമ്പം ഒരുപാട് കാശൊക്കെയായി ജോലിയൊക്കെ വാങ്ങി നല്ല കാശൊക്കെയായി കഴിയുമ്പോൾ ഞാനത് വാങ്ങി ഒരുപാട് കഴിക്കുമെന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചില കൂട്ടുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ വളർന്നു കഴിഞ്ഞപ്പം കയ്യിൽ കാശുണ്ടെങ്കിലും ഈ മിഠായികളൊക്കെ വാങ്ങാനുള്ള കാശുണ്ടെങ്കിലും നമുക്കത് വാങ്ങാനോ കഴിക്കാനോ ഒന്നും തോന്നാറില്ല. വാങ്ങിയാൽ പോലും അത് കഴിക്കാറില്ല എന്നതാണ് സത്യം. അപ്പം നമ്മുടെ മക്കളെ ചെറിയ ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ പറയുമ്പം അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വളർന്നു കഴിയുമ്പം അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറിപ്പോകും. അവരുടെ ആ ഒരു കളങ്കമില്ലാത്ത ആ ഒരു മനസ്സും നിഷ്കളങ്കമായ ആ ഒരു മനസ്സും ഒക്കെ വളർന്ന കാലക്രമേണ അതങ്ങ് നഷ്ടപ്പെടും. അതിനു മുമ്പേ തന്നെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്താൽ വളർന്നു കഴിയുമ്പോൾ അവർ പറയും, എൻ്റെ ചെറിയ ചില ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അതെൻ്റെ പേരൻസ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പം ഇങ്ങനെ പല്ലും കൊഴിഞ്ഞാക്കി ഇരിക്കുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഇവരും സാധിച്ചു തരുമായിരിക്കും, അല്ലേ? സാധിച്ചു തരുമോ? ആർക്കറിയാം.